ഹലോ, നമ്മൾ ഇന്ന് പള്ളിക്കുന്ന് പള്ളിപ്പെരുന്നാളിന് പോവുകയാണ് കേട്ടോ. പള്ളിക്കുന്ന് പള്ളിയെക്കുറിച്ച് ഞാൻ വയനാട്ടുകാർക്ക് ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞു തരാം. കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന ദേവാലയമാണ് പള്ളിക്കുന്ന് പള്ളി. കേരളത്തിലെ തന്നെ അതിപുരാതനമായ ദേവാലയങ്ങളിലൊന്നാണ് പള്ളിക്കുന്ന് പള്ളി. ഇവിടുത്തെ നേർച്ചാ രീതികളും വളരെ വ്യത്യസ്തമാണ്. ഓരോരുത്തരും തങ്ങളുടെ നിയോഗപ്രകാരം ഓരോ വീടുകളിൽ കയറി ഭിക്ഷ യാചിച്ചുകൊണ്ടാണ് ഇവിടുത്തെ നേർച്ച കാഴ്ചകളൊക്കെ സമർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശയന പ്രദക്ഷിണം, ഇലവലിക്കൽ നേർച്ച, കലയിൽ കല്ലേറ്റി പ്രദക്ഷിണം നടത്തുക, കഴുന്നെടുക്കൽ നേർച്ച, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നേർച്ചകൾ. ഹൈന്ദവ രീതിയിലുള്ള നേർച്ച കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊരു കാരണവുമുണ്ട്. മിഷണറിമാരുടെ കടന്നുവരവോടുകൂടി മതപരിവർത്തനം വഴി ഹൈന്ദവർ ക്രിസ്തുമതം സ്വീകരിക്കുകയും ആ ഒരു രീതിയിൽ തന്നെ ക്രിസ്തുമത വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ രീതികളും ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് പള്ളിയൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഫെബ്രുവരി 2 തുടങ്ങുന്ന പള്ളിപ്പെരുന്നാൾ ഫെബ്രുവരി 18 അവസാനിക്കുന്നത്. മെയിൻ പെരുന്നാളായിട്ട് 10ഉം 11ഉമാണ് ആഘോഷിക്കുന്നത്. 1908 ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. ലൂർദിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിൻ്റെ രൂപത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് പിന്നീട് അവിടെ പള്ളി രൂപപ്പെട്ടത്. ജാതിമത വ്യത്യാസമന്യേ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പെരുന്നാൾ കൂടിയാണിത്. ഒരുപാട് പ്രാർത്ഥനകളും നിയോഗങ്ങളും അമ്മയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ